ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഓണം സീരീസിലെ പാർട്ട് 10 വീഡിയോ ആണ്. ഇതിൽ കടലപ്രഥമനും സേമിയ പായസവുമാണ് നമ്മുടെ റെസിപ്പി. ആദ്യം നമുക്ക് സേമിയ പായസത്തിൻ്റെ റെസിപ്പി നോക്കാം. വളരെ എളുപ്പമാണ്. അതിനായിട്ട് 2 ടീസ്പൂൺ നെയ്യിലേക്ക് കാഷ്യൂനട്ടും മുന്തിരിങ്ങയും വറുത്തെടുക്കാം. ഇത് വറുത്ത് കോരി മാറ്റി വെച്ച ശേഷം അതേ നെയ്യിലേക്ക് 1 കപ്പോളം സേമിയ റോസ്റ്റഡ് ആണ്, ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. വറുത്ത സേമിയ ആയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. സേമിയ എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. വറുത്ത് മാറ്റി വെച്ചിരുന്ന മുന്തിരിങ്ങയും കാഷ്യൂനട്ട്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഞാൻ കുറച്ച് ഒരു 2 ടീസ്പൂണോളം മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുത്തത്. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ സേമിയ പായസം ഇവിടെ തയ്യാറാണ്. ഇപ്പോൾ നമുക്ക് അടുത്ത പായസം നോക്കിയാലോ. കടലപ്പായസമാണ്. അതിനായിട്ട് 1 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. 1 മണിക്കൂറോളം ഞാൻ കുതിർത്ത് ഒന്ന് വേവിക്കാൻ വെക്കുകയാണ്. ഇതൊരു 150 ഗ്രാം കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതിനായിട്ട് ഒരു 300 ഗ്രാം ശർക്കരയാണ് എടുക്കുന്നത്. ഇനി ഈ കടലപ്പരിപ്പ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. കടലപ്പരിപ്പ് വേകുന്ന സമയം കൊണ്ട് ശർക്കര ഒന്ന് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇതൊന്ന് ഉരുക്കിയെടുക്കാം. അതേസമയം തന്നെ തേങ്ങ നന്നായിട്ട് പിഴിഞ്ഞ് പാലെടുത്തിട്ടുണ്ട്. ഇത് 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല് അങ്ങനെയാണ് എടുത്തു വച്ചിരിക്കുന്നത്. ഇനി വെന്ത് വന്ന കടലപ്പരിപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ചിലർ മിക്സിയിലിട്ട് അടിച്ചെടുക്കാറുണ്ട്, പക്ഷെ അത്രയും ഞാൻ എടുക്കുമ്പോൾ ഇങ്ങനെ ഉടച്ചാണ് എടുക്കാറുള്ളത്. ഇനി ഒരു ഉരുളിയിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചു വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ഈ നെയ്യിലേക്കിട്ട് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്ത ശേഷം ശർക്കര പാനി അരിച്ചു ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി എടുത്ത് 1 ടേബിൾ സ്പൂൺ ചൗവരിയാണ് ഇട്ട് കൊടുത്തത്. ഇനിയും 1 ടീസ്പൂണോളം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3-ാം പാലാണ് ആദ്യം ഒഴിച്ചു കൊടുത്തത്. 3-ാം പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വറ്റിച്ചെടുക്കാം.
ഇത് കുറുകി വരുന്ന സമയത്ത് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. രണ്ടാം പാൽ ഒന്ന് കുറുകി വരുമ്പോൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്ത ശേഷം സ്റ്റൗ ഓഫ് ചെയ്യണം. തിളപ്പിക്കാൻ പാടില്ല. ആ പാത്രത്തിൻ്റെ ചൂടിൽ അത് റെഡി ആയിക്കോളും. ഇതിനുശേഷം 1 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഇടാനായിട്ട് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കുന്നുണ്ട്. നെയ്യിലാണ് വറുത്തെടുക്കുന്നത്. തേങ്ങാക്കൊത്ത് വറുത്ത് കോരിയ ശേഷം അതേ നെയ്യിൽ തന്നെ നട്ട്സും മുന്തിരിങ്ങയും വറുത്ത് ചേർക്കുന്നുണ്ട്. നട്ട്സും മുന്തിരിങ്ങയും കടലപ്രഥമനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കടലപ്രഥമനും റെഡിയായി. നമ്മുടെ ഓണം സീരീസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.